നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസികളിൽ ഒട്ടുമിക്കവരിലും പുകവലി ശീലം ഉള്ളതായി കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് തൊണ്ടയിൽ ക്യാൻസർ കൂടി വരുന്നതായും കണ്ടെത്തിയതാണ്. എന്നാൽ ദുബായ് പോലീസ് പറയുന്നത് മറ്റൊന്നാണ്. ഒരു താക്കീതാണിത്. പുകവലിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റികൾ തീപിടുത്തത്തിനുള്ള മുഖ്യ കാരണങ്ങളിൽ ഒന്നാണെന്ന് പോലീസ് പറയുന്നു. താമസയിടങ്ങളിലും വ്യവസായ കേന്ദ്രങ്ങളിലും കഴിഞ്ഞ വർഷമുണ്ടായ തീപിടുത്തങ്ങളിൽ സിഗരറ്റ് കുറ്റിയും വലിയ വില്ലൻ വേഷം അവതരിച്ചിരുന്നു. അറ്റകുറ്റപ്പണി നടത്താത്ത ശീതീകരണികൾ, നിലവാരമില്ലാത്ത വയറിംഗ്, വ്യാജ വൈദ്യുതോപകരണങ്ങൾ എന്നിവയും അപകടമുണ്ടാക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നതായി ഷാർജ പോലീസ് ഫോറൻസിക് വിഭാഗത്തിലെ കേണൽ ആദിൽ അൽ മസ്മി പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ കെടുത്താതെ വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റികളിൽ നിന്ന് ഉണങ്ങിയ പുല്ലിലേക്കും ചപ്പുചവറുകളിലേക്കും തീപിടാൻ സാധ്യതയുണ്ട്. പാർക്കിംഗ് മേഖലയിലേക്ക് തീപടർന്ന് വാഹനങ്ങൾക്ക് തീപിടിച്ച സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വീടുകളിലാണെങ്കിൽ കിടക്കയിലേക്കും വൈദ്യുതി ഉപകരണങ്ങളിലേക്കും തീ വ്യാപിക്കും. അങ്ങനെ നിലവാരം ഉറപ്പാക്കാവുന്നതുമാണ്. വൈദ്യുതോപകരണങ്ങൾ വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ഏറെ ശ്രദ്ധിക്കണം. നിലവാരം കുറഞ്ഞ ഉപകരണങ്ങൾ വാങ്ങരുത്. പഴയത് കൃത്യമായി അറ്റകുറ്റപ്പണി നടത്തണം. നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ ഒഴിവാക്കുന്നതാണ് സുരക്ഷിതം. അംഗീകാരമില്ലാതെ താമസക്കാരുടെ സൗകര്യാർത്ഥം പ്രത്യേക വയറിംഗ് നടത്തി കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നതായിരിക്കും. താങ്ങാവുന്നതിൽ കൂടുതൽ ലോഡ് ഉണ്ടാകുമ്പോൾ തീപിടുത്ത സാധ്യത കൂടുതലാണ്. ഉപയോഗശേഷം പാചകവാതക സിലിണ്ടറുകൾ ഓഫ് ചെയ്യണം. സ്റ്റൗ ഓൺ ചെയ്ത് സിഗരറ്റ് കത്തിച്ച ശേഷം ഓഫ് ചെയ്യാൻ മറന്നതും അപകടമുണ്ടാക്കിയിട്ടുമുണ്ട്. തണുപ്പുകാലത്ത് കൂടുതലായി ഉപയോഗിക്കുന്ന വാട്ടർ ഹീറ്ററുകളിലെ കാര്യത്തിലും ശ്രദ്ധ വേണം. അമിത ഉപയോഗം മൂലം ഇവ പൊട്ടിത്തെറിക്കാനും വെള്ളത്തിൽ നിന്ന് ഷോക്കേൽക്കാനും സാധ്യതയുമുണ്ട്. ഷാർജയിലെ എല്ലാ കെട്ടിടങ്ങളിലും ഈ വർഷം തീപിടുത്ത മുന്നറിയിപ്പ് സംവിധാനം നിർബന്ധമാക്കുന്നതായിരിക്കും. പുകയുടെ സാന്നിധ്യം കണ്ടെത്തുന്ന സ്മോക്ക് ഡിറ്റക്ടറുകൾ, ഫയർ അലാമുകൾ എന്നിവയാണ് നിർബന്ധമാക്കിയത്. അഗ്നി പ്രതിരോധ നടപടികളെ കുറിച്ച് വിവിധ കമ്പനികളുടെ ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ ഷാർജ പ്രിവെൻഷൻ ആൻഡ് സേഫ്റ്റി അതോറിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നിട്ടുണ്ട്. നൂതന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് ശാസ്ത്രീയ പരിശീലനമാണ് നൽകുക. വീട്ടമ്മമാർ, ജോലിക്കാർ എന്നിവരെയും പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കെട്ടിടങ്ങളിൽ അഗ്നി പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലെങ്കിലോ കേടാണെങ്കിലോ സിവിൽ ഡിഫൻസിന് റിപ്പോർട്ടും ചെയ്യണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.